ഹീറ്റ് ബാഗ് പലപ്പോഴും നമുക്ക് ആവശ്യമായി വരാറുണ്ട്. ബോഡി പെയിൻ വരുമ്പോഴൊക്കെ ഹീറ്റ് ബാഗ് വെക്കുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഹീറ്റ് ബാഗുകളും കിട്ടും. എന്നാൽ ഇന്ന് വീട്ടിൽ തന്നെ സ്വന്തമായ ഒരു ഹീറ്റ് ബാഗ് തയ്യാറാക്കിയാലോ? പഴയ തുണി, അരി, കല്ലുപ്പ്, റബ്ബർ ബാൻഡ്, സോക്സ് എന്നിവയാണ് ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു തുണി ഇതുപോലെ വിരിച്ചു വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ആവശ്യത്തിന് അരിയും ഉപ്പും ഇട്ട് കൊടുക്കുക. ഈ രണ്ട് ചേരുവകളും പെട്ടെന്ന് തന്നെ ചൂട് അബ്സോർബ് ചെയ്യുകയും ദീർഘനേരം ഈ ചൂട് പിടിച്ചു വെക്കുകയും ചെയ്യും. അരിയുടെയും ഉപ്പിന്റെയും അളവ് കുറഞ്ഞു പോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം തുണിയുടെ അറ്റമെല്ലാം കൂട്ടിപ്പിടിച്ച് ഏറ്റവും മുകളിലായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു കിഴി പോലെയാണ് ഇത് കിട്ടുന്നുണ്ടാവുക. ഇത് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ലൂസും എന്നാൽ ഒരുപാട് ടൈറ്റും ആകാൻ പാടില്ല. അല്പം ഫേസ് ഇതിനകത്ത് കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടണം. ഇനി ഇത് ചൂടാക്കാം. ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചൂടാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റവിൽ ഒരു പാൻ വെച്ച് അതിന് മുകളിലായിട്ട് കിഴി വെച്ച് ചൂടാക്കിയാൽ മതി. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ചൂടാക്കണം. ഇതിങ്ങനെ കിഴി പോലെ കെട്ടിയത് കൊണ്ട് പിടിക്കാനും വളരെ എളുപ്പമാണ്. ആവശ്യത്തിന് ചൂടാക്കിയ ശേഷം ഇത് ഉപയോഗിക്കാം. ചർമ്മത്തിൽ പൊള്ളൽ ഉണ്ടാക്കില്ല എന്നുറപ്പാക്കിയ ശേഷം ആവശ്യത്തിന് ചൂടുണ്ടെങ്കിൽ ഇത് വേദനയുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ച് ചൂട് പിടിക്കാവുന്നതാണ്. നല്ല ആശ്വാസം കിട്ടും. കൂടുതൽ നേരം ചൂട് നിൽക്കാനും ഇത് സഹായിക്കും. ഇനി അടുത്ത ബാഗ് തയ്യാറാക്കാം. അതിനായിട്ട് അരിയും കല്ലുപ്പും ഒരു സോക്സുമാണ് വേണ്ടത്. സോക്സ് ഇതുപോലെയാണ് പിടിക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് അരിയും ഉപ്പും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള അളവിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തേതുപോലെ തന്നെ സോക്സിന്റെ അറ്റം ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിയിട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ഹീറ്റ് ബാഗ് തയ്യാറായിട്ടുണ്ട്. ഇതും നമുക്ക് പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കണം. ആവശ്യമുള്ളത്ര സമയം ചൂടാക്കി എടുക്കുക. ആവശ്യത്തിന് ചൂടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതും നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം. എവിടെയാണോ നിങ്ങൾക്ക് കൂടുതൽ പെയിൻ ഉള്ളത് ആ ഭാഗത്തായിട്ട് ഈ ഒരു ബാഗ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല ആശ്വാസം കിട്ടും. കൂടുതൽ നേരം ചൂട് നിൽക്കാനായിട്ട് ഈ ഒരു ബാഗ് സഹായിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പോയി ചൂടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും വീട്ടിൽ ഈ ബാഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.